ലിപ്സ്റ്റിക് ഇട ഓക്കെ മൂടില്ല. എൻ്റെ പൊട്ടെടുക്കാനാണ് അവൻ. एकदम विजिबली मलयाली लगता ही है. ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. തമിഴിൽ കണ്ട പോലെ തന്നെ കുറച്ച് പേര് എന്നോട് ചോദിച്ചിരുന്നു എന്തൊക്കെ യൂസ് ചെയ്തിട്ടാണ് റെഡി ആവാമെന്ന് കാണിച്ചു തരാൻ വേണ്ടി. അതുകൊണ്ട് ഐ തോട്ട് ഐ ഷോ യു ഗൈസ്. ഇന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാനുണ്ട്. ടുഡേ ഈസ് രക്ഷാബന്ധൻ, അല്ലെങ്കിൽ രാഖി സെറമണി എന്ന് പറയും. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പം നമ്മൾ മലയാളികൾ അത് സെലിബ്രേറ്റ് ചെയ്യാറില്ല, പക്ഷേ നോർത്ത് ഇന്ത്യൻസൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് അങ്കിത അവളുടെ വീട്ടിലേക്ക് വിളിച്ചു. അവിടെ നിന്ന് നമുക്ക് ഡിന്നറൊക്കെ കഴിച്ച് പൂജ ഒക്കെ ഒരുമിച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് റെഡി ആവുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന്. കുറച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഉണ്ടാവും, ബിക്കോസ് ഭയങ്കര ചൂടാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ ഫാൻ ഓൺ ചെയ്തിട്ടില്ല, ബിക്കോസ് അതിൻ്റെ കുറച്ച് ഡിസ്റ്റർബിങ് സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് AC ഇട്ടിട്ടുണ്ട്, ബിക്കോസ് ഭയങ്കര ചൂടാണ്. അതുമല്ല ശങ്കുട് ഉറങ്ങാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഡോറ് ചാരിയിട്ടേ ഉള്ളൂ, ബിക്കോസ് അവൻ എണീറ്റ് എനിക്ക് വേഗം പോകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് റെഡി ടുഗെദർ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ബ്രൈറ്റായി എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഞാൻ യൂഷ്വലി റെഡി ആവാൻ അത്ര സമയം എടുക്കുന്ന ഒരാളല്ല. എനിക്ക് പണ്ട് തൊട്ടേ അങ്ങനെയാണ്, എനിക്ക് പെട്ടെന്ന് റെഡി ആവണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം മേക്കപ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്യാറുമില്ല, ബിക്കോസ് നിങ്ങൾക്കിപ്പോൾ കാണാം എൻ്റെ സ്കിൻ ഭയങ്കര സെൻസിറ്റീവാണ്. പറ്റുന്നതും സെയിം പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കും. പിന്നെ എപ്പോഴെങ്കിലും ഒരു ചേഞ്ച് വേണമെന്ന് തോന്നിയാൽ മാറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വളരെ കുറച്ച് പ്രോഡക്ട്സാണ്. എനിക്കറിയില്ല ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാൻ മാത്രമായിട്ടുള്ളൊരു വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നിങ്ങൾ 2-3 പേര് ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഒരു ഡിസ്ക്ലെയിമർ പറയാനുണ്ട്, എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒരു ഐഡിയ ഇല്ല. എനിക്ക് വലിയ താല്പര്യമില്ല മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും മേക്കപ്പ് ചെയ്യുന്ന എക്സ്പേർട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് മൈൻഡ്. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഫങ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ എൻ്റെ ചേച്ചിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരാം. ഷീസ് എൻ എക്സ്പേർട്ട്. എൻ്റെ കല്യാണത്തിൻ്റെ തലേന്നത്തെ ഫംഗ്ഷൻ്റെ വരെ എനിക്ക് ചേച്ചിയാണ് മേക്കപ്പ് ചെയ്ത് തന്നെ. അപ്പോൾ ചേച്ചിയുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും, എനിക്കൊരു മേക്ക് ഓവർ ചെയ്തെന്ന വീഡിയോ. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ ക്ലിപ്പിംഗ് ഇടാം. ഓക്കെ, ഫ്ലാഷ് ബാക്ക്. ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ ഇട്ട് ഒരു 2 minutes വെയിറ്റ് ചെയ്താൽ ഫുള്ള് ലുക്ക് നമുക്ക് കാണാം. സോ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഒട്ടും അറിയില്ല. എനിവേ, അധികം ഞാൻ സംസാരിക്കുന്നില്ല, നമുക്ക് വ്ളോഗിലേക്ക് തുടങ്ങാം. ചിലവർ മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഡ്രസ്സ് ചെയ്തിട്ട് അവരൊരു ക്ലോത്ത് പോലെ മേളിൽ വെച്ചിട്ടാണ് മേക്കപ്പ് ചെയ്യുക. അതാണ് ഏറ്റവും റൈറ്റ് വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ ആ മേക്കപ്പ് ഡ്രസ്സിൽ കുറച്ച് മേക്കപ്പിൻ്റെ ഷെയ്ഡും കളറൊക്കെ ആവും. അപ്പോൾ എപ്പോഴും നമ്മൾ ഫങ്ഷന് പോകുന്ന ഡ്രസ്സ് ഇട്ടിട്ട് വേണം മേക്കപ്പ് ചെയ്യാൻ. പക്ഷെ എൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല. എന്താ വെച്ചാൽ ശങ്കർ ഇപ്പോൾ ഉറങ്ങുകയാണ്. അപ്പം അവനെ ഡ്രസ്സ് ചെയ്യിക്കണമല്ലോ, അവൻ്റെ പാമ്പേഴ്സ് മാറ്റി ഡ്രസ്സ് ചെയ്യിക്കണം. അപ്പം ഞാനിപ്പോൾ ഡ്രസ്സ് ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നാൽ വീണ്ടും അവനെ ഒന്ന് ഫ്രഷ് ആക്കി കുളിപ്പിച്ചൊക്കെ കഴിയുമ്പോഴത്തേന് എൻ്റെ ഡ്രസ്സിലൊക്കെ വെള്ളമാവും. അതുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ ലൈറ്റായിട്ടാണ് റെഡി ആവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസൊക്കെ ചെയ്ത് ഇങ്ങനെ റെഡിയായി നിൽക്കും. പിന്നെ അവനെ റെഡിയാക്കിയിട്ടാണ് ഞാൻ പിന്നെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ അങ്ങനെയാണ് പോവുക. അപ്പം ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പം ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷാണ് സെറ്റാഫിൽ. കാണിച്ചു തരാം. അപ്പം ഇതാണ് സെറ്റാഫിലിൻ്റെ ഫേസ് വാഷ്. ജെൻറ്റിൽ ക്ലെൻസറാണ്. ഇതെനിക്ക് ഐ തിങ്ക് 2017 തൊട്ട് എൻ്റെ കൂടെയാണിത്. എനിക്ക് ആ സമയത്താണ് ഭയങ്കരമായിട്ട് ആക്നി ബ്രേക്കൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു അത്. അതുകൊണ്ട് ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഭയങ്കര ജെൻറ്റിൽ, ഭയങ്കര മൈൽഡാണ്. കുറേ പേർക്ക് ഇത് അറിയുന്നുണ്ടാവും. ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഫേസ് വാഷ് ചെയ്യുക. ഇത് ഭയങ്കര ചൂടാണ് ഇവിടുത്തെ വെതർ. എൻ്റെ സ്കിന്നാണെങ്കിൽ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. ഞാൻ വാഷ് ചെയ്യാതെ കുറേ സമയം ഇരുന്നാലും മുഖം ഭയങ്കര ഓയിലി ആവും, പിന്നെ ഇടയ്ക്ക് ഭയങ്കര ഡ്രൈ ആവും. അങ്ങനത്തെ ഒരു ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ്. സോ ഇത് വെച്ചിട്ടാണ് ഞാൻ ഫേസ് യൂഷ്വലി വാഷ് ചെയ്യുക.
എല്ലാവർക്കും അറിയാലോ ഇപ്പം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഞാൻ സൺസ്ക്രീൻ ഇടുന്ന ഒരാളേ അല്ല, ഞാൻ ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല. ബിക്കോസ് അതിൽ സൺസ്ക്രീൻ എനിക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇടുമ്പോൾ ഭയങ്കരമായിട്ടൊരു വൈറ്റ് ലെയർ മുകളിൽ വരുന്ന എനിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സൺസ്ക്രീൻ ഇടാറില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ കാണുമ്പോഴാണ് അറിയുന്നത് സൺസ്ക്രീൻ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ്. ഇതും എൻ്റെ ചേച്ചി എനിക്ക് തന്നതാണ്. ചേച്ചി ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ചേച്ചി പറഞ്ഞു, നീ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെനിക്ക് തന്നതാണ്. ആദ്യം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടിപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല ഇതിങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് തോന്നുന്നു. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തു. കുറച്ച് അധികം ഇടണം എന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് പേടിയാണ്. ബിക്കോസ് എൻ്റെ സ്കിന്നിൽ ഇനി എന്തെങ്കിലുമൊക്കെ പുതിയ ഇതൊക്കെ വരും. ഇത് കഴിഞ്ഞ് ഇടാൻ പോണത് എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ്. മോയ്സ്ചറൈസിങ് ക്രീം കണ്ടിട്ട് ആരും ചിരിക്കണ്ട. ഞാൻ ബേബി ക്രീമാണ് ഞാൻ യൂസ് ചെയ്യുക. എന്താണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് ഭയങ്കര മൈൽഡ് ആയതുകൊണ്ടാണ് ഞാൻ സെബാമെഡിൻ്റെ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഒരു പമ്പ് എടുത്തിട്ട് ഇതന്നെ ശങ്കടു യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര എളുപ്പമാണ്. എവിടെയെങ്കിലും വെക്കേഷനൊക്കെ പോകണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സെയിം ലോഷനൊക്കെ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇത്. അപ്പോൾ ഞാൻ ഫേസ് വാഷിനെ പറ്റി പറയുമ്പോൾ ഞാൻ ഒരു കാര്യം വിട്ടുപോയി. മുമ്പൊക്കെ ഞാൻ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഞാൻ പെട്ടെന്ന് 1 മിനിറ്റിൽ ഞാൻ വാഷ് ചെയ്യാമായിരുന്നു. പിന്നെയാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ കപ്പിളുണ്ട്, സവി ആൻഡ് വിഡ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരെ, ബ്രൂസ്ഡ് പാസ്പോർട്ട്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സവിയുടെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് സവി ഇങ്ങനെ പറയായിരുന്നു, നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ, നമ്മൾ രാവിലെ എണീറ്റ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ അത്രയും എന്താ പറയുക ടൈം എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഓരോരോ ഏരിയാസും ഫീൽ ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ 120 വരെ കൗണ്ട് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാൻ. 120 എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 2 മിനിറ്റ്സ് റൈറ്റ്, 60 + 60. സോ 2 മിനിറ്റ്സ് എടുത്തിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടതെന്നാണ് സവി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ ഞാൻ സമയം എടുത്തിട്ടാണ് വാഷ് ചെയ്യുക. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസ് ചെയ്ത് നമ്മുടെ ഈ ചീക്ക് ബോൺസും എല്ലാം ഇങ്ങനെ പ്രസ് ചെയ്തിട്ടാണ് നമ്മൾ വാഷ് ചെയ്യുക. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെച്ചാട്ടോ, 120 വരെ കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഫേസ് വാഷ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ സൺസ്ക്രീൻ ഇട്ടു, എൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമും ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇടാൻ പോണത് ഇത് ആക്റ്റീവ് പ്യുവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു BB ക്രീമാണ്. ഇത് ലൈറ്റ് ഷെയ്ഡിലാണ് ഈ BB ക്രീം. ഇത് മെയിനായിട്ട് കുറച്ച് സ്പോട്ട്സ് ഒക്കെ കൺസീൽ ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് ഞാനും എൻ്റെ അമ്മയും ചേച്ചി യൂസ് ചെയ്യുന്നതാണ്. ഇത് എവിടെയും ഞാനിത് കണ്ടിട്ടില്ല, നാട്ടിലും ഞാൻ കണ്ടിട്ടില്ല. ദുബായിലെ ലൈഫ് ഫാർമസിയിൽ കിട്ടുന്നൊരു BB ക്രീമാണ്. ഇത് നമ്മൾക്ക് 3 പേർക്കും ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് എനിക്കും എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒക്കെ ഒരേപോലത്തെ സ്കിന്നാണ്. അപ്പോൾ ഇത് ഞാൻ ഇത്ര എടുത്തു. അപ്പം എപ്പോഴും അമ്മ ദുബായിൽ നിന്ന് വരുമ്പോൾ ഇത് കൊണ്ടുവരാൻ പറയാം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇത് വാങ്ങിക്കും. ഇത് പ്രീ ഓർഡർ ചെയ്തിട്ട് കിട്ടണം അങ്ങനെ. അപ്പം ഇത്ര എടുത്തിട്ട് ഞാൻ എൻ്റെ ഡാർക്ക് സ്പോട്ട്സൊക്കെ ഞാൻ കൺസീൽ ചെയ്യും. ഇതൊരു BB ക്രീമാണ്. എനിക്കറിയില്ല കേട്ടോ ഇതൊക്കെ ഇങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഒരു ഇതിൽ യൂസ് ചെയ്യണം, അത്രയേ ഉള്ളൂ. സോ ഇവിടേക്കാണ് ഡാർക്ക് സ്പോട്ട്സ് റൈറ്റ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കൺസീൽ ചെയ്യും. എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അടുത്ത് വന്നിരിക്കുന്നത് ക്യാമറേൻ്റെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്പ്രെഡ് ചെയ്ത്, ഞാൻ കൈ കൊണ്ട് തന്നെയാണ് ഫുൾ മേക്കപ്പ് ചെയ്യാം. എനിക്ക് ബ്രഷ് യൂസ് ചെയ്യാനൊന്നും അറിയില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ച് നെക്കിലിടണം, ആ ഒരു ഈവൻ ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇത് എൻ്റെ ഒരു പോക്കറ്റ് മിററാണ്, മിറർ ആൻഡ് കോംബ്. ഓക്കെ, സോ ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണ്.
ഇനി അടുത്തിടാൻ പോണതാണ് ഫൗണ്ടേഷൻ. ഇത് ബോബി ബ്രൗണിൻ്റെ ഫൗണ്ടേഷനാണ്, ഷെയ്ഡ് W046. ഇതിലും ചെറുതായിട്ടൊരു സൺസ്ക്രീനിൻ്റെ ഒരു ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്, എനിക്കറിയില്ല. ഇത് ഞാൻ എപ്പോഴും ഇടാറില്ല, വല്ലപ്പോഴൊക്കെ ഇടാറുള്ളൂ. സാധാരണ ഞാൻ വെളിയിൽ പോകുമ്പോൾ ഞാൻ ഇതൊന്നും ഇടാറില്ല. ഞാൻ ആക്റ്റീവ് പ്യൂറും ക്രീമും മാത്രം ഇട്ടിട്ടാണ് പോകുന്നത്. ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. ഇത് ഒരു ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വെറും 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിൻ്റെ താഴെ ഇതൊക്കെ ചെയ്യാനെടുക്കും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, കുറച്ച് കഴുത്തിലും ഇട്ടു. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കണ്ടിട്ട് നിങ്ങളാരും ചിരിക്കണ്ട. പണ്ട് തൊട്ട് എൻ്റെ കൂടെ ഉള്ളതാണ് ഈ സാധനം, പൗഡർ. സെബാമെഡിൻ്റെ ഇപ്പോൾ ബേബി ആയി കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. മുമ്പ് ഞാൻ എപ്പോഴും ജോൺസൺസ് ബേബി പൗഡർ യൂസ് ചെയ്യുമായിരുന്നു. എനിക്കറിയാം പൗഡർ ഇടാൻ പാടില്ല എന്നൊക്കെ കുറേ പേര് പറയും, ബിക്കോസ് നമ്മൾ പോസിൻ്റെ അകത്തൊക്കെ പൗഡർ പോവും. പക്ഷേ പൗഡർ ഇല്ലാണ്ട് എനിക്ക് എവിടെയും പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇതൊരു പഴഞ്ചൻ ചിന്തയാണെന്ന് എനിക്ക് തോന്നുന്നു, ബട്ട് ഞാനിങ്ങനെയാണ്. ഓക്കെ, നമുക്ക് കുറച്ച് പൗഡർ എടുത്തിട്ട്, എനിക്ക് പൗഡർ ഇട്ടില്ലെങ്കിൽ ഒരു ഫ്രഷ് ആവാത്ത പോലെ എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പൗഡർ ഇടുന്നത്. അപ്പോൾ പൗഡർ എടുത്തിട്ട് നമ്മൾ ഇടും. എപ്പോഴും മുഖത്ത് ചെയ്യുമ്പോൾ കഴുത്തിലും ചെയ്യാൻ നോക്കുക കേട്ടോ, അല്ലെങ്കിൽ മുഖം വേറെ കളറും കഴുത്ത് വേറെ കളറും ആവും. ഓക്കെ, ഞാൻ പൗഡർ ഇട്ടു. ഇനി ഞാൻ അടുത്തിടാൻ പോണതാണ് ലിപ് ബാം. ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ് ബാമാണ്. ബോഡി ഷോപ്പിൻ്റെ ബോണ്ട് ലിപ്പി റാസ്ബെറി ഫ്ലേവർ. ഇത് റാസ്ബെറിയിലും ഉണ്ട്, സ്ട്രോബെറിയിലും ഉണ്ട്. എനിക്ക് റാസ്ബെറിയാണ് ഇഷ്ടം. ഇത് കഴിയാറായി. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കുറച്ച് ലിപ്സിലിടും. നമ്മൾ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഒന്നും ഇട്ടില്ലെങ്കിലും ഞാൻ മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടെങ്കിലും വെളിയിൽ പോകും. ലിപ്സ്റ്റിക്ക് ഇട്ടിയാൽ നമ്മുടെ മുഖത്തിനൊരു ഇത് കിട്ടും. അപ്പം ഞാൻ എപ്പോഴും ഇടുന്ന ലിപ്സ്റ്റിക്കാണ് ഹുദ ബ്യൂട്ടിയുടെ ഐക്കൺ. ഇതെനിക്ക് തോന്നുന്നു ഒരു 5 years ആയിട്ട് ഞാൻ ഇടുന്നൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് മാത്രമാണ് ഞാനിപ്പോൾ റെഗുലറായിട്ട് മേടിക്കുക. ഇതും വേറെ ഒരെണ്ണമുണ്ട്. എപ്പോഴും ഞാൻ വാങ്ങിക്കുന്ന 2 ലിപ്സ്റ്റിക്സാണ് ഹുദ ബ്യൂട്ടിയുടെ. ശങ്കരു എണീറ്റു, അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് വരും അല്ലേ? ഓക്കെ, റെഡി ആയിട്ട് വരാം. അത് കഴിഞ്ഞിട്ട് ബാക്കി കാണിച്ചു തരാം. ശങ്കരുവിൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ ഇതും ഈ മുണ്ടുമാണ്. അപ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ, ഗെറ്റ് റെഡി വിത്ത് അസായി. ശങ്കരു എണീറ്റു, അപ്പോൾ ഞാൻ ശങ്കരുവിന് കുർത്തി ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേഗം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിലും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ന്യൂഡ് ഷെയ്ഡ്സ് ഇഷ്ടമാണെങ്കിൽ ഈ ലിപ്സ്റ്റിക്സ് വാങ്ങിക്കാനാണ്. മാക് മെഹർ MEHR ആൻഡ് ഐക്കൺ ബൈ ഹുദ ബ്യൂട്ടി. ഇതുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട എന്ന് പറയുന്ന പോലെ ഇതെൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. ഇത് രണ്ടും പക്ഷെ ഒരു ന്യൂഡ് കളറാണ്. അപ്പം ഇന്നിപ്പോൾ ഞാൻ ഹുദ ബ്യൂട്ടീൻ്റെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ മമ്മ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാം, ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടാം. ഓക്കെ, മൂടില്ല. ടാറ്റ പോ. ഓക്കെ, തൊട്ടോ? കൈ വാഷ് ചെയ്യണ്ടേ? തൊട്ടോ? കൈ വാഷ് ചെയ്തിട്ട് വരാം. ലിപ്സ്റ്റിക് ആയി. അപ്പോൾ ഇതാണ് മാറ്റ് മെഹർ. ഇതാണ് ഒരു ന്യൂഡ് ഷെയ്ഡ്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, വാങ്ങിക്കണം. ബാക്കി എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇത് പ്ലേ ഷുഗർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ 02 ഷെയ്ഡാണ്. ഇതെൻ്റെ ചേച്ചി പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ തന്നതാണ്. നല്ലൊരു ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് നല്ല ക്യൂട്ട് പിങ്ക്സ് ഇഷ്ടമാണെങ്കിൽ ഇത് വാങ്ങിക്കാം. പിന്നെ എൻ്റെ കയ്യിലുള്ളത് ബോബി ബ്രൗണിൻ്റെ ഈ ഒരു ഷെയ്ഡാണ്. ഇത് ലാസ്റ്റ് ടൈം ശങ്കുടു തുറന്നിട്ട് അത് കുറച്ച് ചീത്തയാക്കി, അതുകൊണ്ട് ഇതെനിക്കിപ്പോൾ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതും എൻ്റെ ചേച്ചി തന്നതാണ്. എൻ്റെ മോസ്റ്റ് ഓഫ് ദി ലിപ്സ്റ്റിക്സ് എനിക്ക് ചേച്ചി തന്നതാണ്. പിന്നെ ഇതൊരു റെഡ് ഷെയ്ഡാണ്. ഒരു മിനിറ്റ്, ഇത് വെക്കട്ടെ. ഇതൊരു റെഡ് ഷെയ്ഡാണ് ബോബി ബ്രൗണിൻ്റെ. ഇത് ഞാൻ ഇടാറില്ല ബിക്കോസ് എനിക്ക് റെഡ് ഇപ്പോൾ വലിയ താല്പര്യമില്ല. പിന്നെ ഇത് വേറൊരു പിങ്കാണ്, ഗേൾ അബൌട്ട് ടൗൺ എന്ന് പറഞ്ഞിട്ട്. ഇതെൻ്റെ ഫ്രണ്ട് മാൻസി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്.
ഇത് നത്താഷ ഡെനോന പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ഒരു ലിപ് ക്രയോൺ ആണ്. ഇതും എനിക്കിഷ്ടമാണ്. ഇതൊരു ന്യൂഡ് ഷെയ്ഡ്. ഇത് എൻ്റെ ഫ്രണ്ട് കവർ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. മോസ്റ്റ്ലി എല്ലാ ലിപ്സ്റ്റിക്സും എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഞാനായിട്ട് വാങ്ങിക്കുന്ന ഹുദ ബ്യൂട്ടിയുടെ ഐക്കോണും മാറ്റ് മെഹർ ആയിരിക്കും. ബാക്കിയൊക്കെ മോസ്റ്റ്ലി എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ബിക്കോസ് എനിക്ക് ലിപ്സ്റ്റിക് ഇഷ്ടമാണെന്ന് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം. പിന്നെ ഇതൊരു പേർപ്പിൾ ഷെയ്ഡാണ്. ഞാൻ ഇടയ്ക്ക് ഇടാറുണ്ട്. മാക് ഹീറോയിൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇത് മമ എർത്തിൻ്റെ ഒരു മമ എർത്തിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇത് ഷെയ്ഡിൻ്റെ നമ്പർ എനിക്കറിയില്ല. ഇതൊരു ന്യൂഡ് ഷെയ്ഡ് പോലെയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് പറയാനായിട്ടൊന്നും ഇല്ല കാര്യമായിട്ട്. ഞാൻ വേറൊരു കാര്യം കാണിച്ചു. സോ ഞാൻ ഇടയ്ക്ക് കുറച്ചും കൂടി ഒരു ലൗഡ് ആവണമെന്ന് വിചാരിച്ചാൽ ഞാൻ ഇടുന്നൊരു ബ്ലഷാണ് ഫേസ് ഷോപ്പിൻ്റെ ഈ ഒരു പിങ്ക് പേസ്റ്റൽ കുഷൻ ബ്ലഷ്. ഇതെനിക്കിഷ്ടമാണ്. ഇടയ്ക്ക് ഞാൻ ഇവിടെയും ഒരു ഷാർപ്പായിട്ടുള്ള പോയിൻറ്റ്സ് ഇവിടെ ആയിട്ട് ഞാൻ ഇടാറുണ്ട്. ഇടയ്ക്ക് കുറച്ചൊന്ന് ലൗഡ് ആവണമെന്ന് തോന്നിയാൽ. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് കുറച്ച് അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഗെറ്റ് റെഡി വിത്ത് മീ. ഇടയ്ക്ക് ഞാൻ പൊട്ടൊക്കെ ഇടും ഇന്ത്യൻ വെയർ ഇടാണെങ്കിൽ. ഇത് ഞാൻ ഇന്ത്യൻ ഔട്ട്ഫിറ്റാണ്. അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഹെയർ കോംബ് ചെയ്യാം. ഞാൻ യൂഷ്വലി എൻ്റെ സ്ഥിരം സ്റ്റൈൽ എന്താ വെച്ചാൽ ബണ്ണാണ് എൻ്റെ സ്ഥിരം സ്റ്റൈല്. അപ്പോൾ ഇതിൽ ടാങ്കിൾസൊക്കെ മാറ്റിയിട്ട് ഞാനൊരു ബണ്ണിടും. ഇതെങ്ങനെയാണ് ഞാൻ യൂഷ്വലി എടുക്കുക ബണ്ണിടുക. എന്നിട്ട് ഞാനൊരു ക്ലിപ്പ് ഇങ്ങനെ ഇടും. ഓക്കെ, ഇത് ഇത്രയേ ഉള്ളൂ എൻ്റെ യൂഷ്വൽ ഹെയർ സ്റ്റൈൽ. പക്ഷെ ഇന്ന് മുടി അഴിച്ചിടാൻ പോകും. എന്നാലും ഒരു ഫങ്ഷൻ അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വരാം. ബി റൈറ്റ് ബാക്ക്. അപ്പോൾ ഈ ഔട്ട്ഫിറ്റാണ് ഞാൻ ഇടാൻ പോകുന്നത്. ഈ ഒരു ചിക്കൻ കറി കുർത്ത ആൻഡ് ബേജ് പാൻറ്റ്. അപ്പോൾ ഇതെൻ്റെ മദർ ഇൻ ലോ രാഹുലിൻ്റെ അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നതാണ്. എനിക്കും അങ്കിതയ്ക്കും സെയിം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് ഈ കളറും അങ്കിതയ്ക്ക് യെല്ലോ. അപ്പോൾ ഇന്ന് അവൾ പറഞ്ഞു അവൾ യെല്ലോ ഇടാൻ പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് മാച്ചിങ് ആവാമെന്ന്. അപ്പോൾ ഇതിട്ടിട്ട് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, അപ്പോൾ എന്തോ എനിക്കൊരു കുറവ് പോലെ തോന്നുന്നു. ഒരു മാലയുടെ കുറവുണ്ട്, ഒരു പൊട്ടിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്കത് പോയി ഇട്ടിട്ട് വരാം. വേറെ ലിപ്സ്റ്റിക്സ് ഉണ്ട്. ഇതൊക്കെയായിരുന്നു എൻ്റെ റെഡ് ഷെയ്ഡ്സ്. ഓക്കെ, ഇത് ഫീൽ സോ ഗ്രാൻഡ്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക് ആയിരുന്നു എൻ്റെ കോളേജ് പഠിക്കുന്ന സമയത്ത്. ഇപ്പം എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ മമ എർത്തിൻ്റെ ഒരു ലിപ്സ്റ്റിക്സ്. ഇതാണ് എൻ്റെ റെഡ് ഷെയ്ഡ്സ്. ഇത് വേറെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്. ഇതൊക്കെ ഞാൻ വേറെ പൗച്ചിൽ ഇപ്പോഴായിട്ട് സത്യമായിട്ട് കാണുന്നത്. കുറേ കാലം യൂസ് ചെയ്തിട്ട് മാക്കിൻ്റെ മാറ്റ് ഡീവ എന്ന് പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണ്. ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇത് കുറച്ച് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കട്ടെ. മാക്കിൻ്റെ ഡീവാണ്. സോ നൈസ് അല്ലേ? നമുക്കൊരു പൊട്ടിടാം. എന്താ? ഓക്കെ, സോ ഒരു പൊട്ടിടാം. വെയിറ്റ്, സോറി എനിക്കിത് നേരെ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കാൻ പറ്റുന്നില്ല. ശങ്കരു എണിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഓക്കെ, നമുക്ക് ഇതിന് ഈ ലിപ്സ്റ്റിക്കിന് കോംപ്ലിമെൻറ്റ് ചെയ്തൊരു മറൂൺ പൊട്ടിട്ടാലോ? അതാ എനിക്ക് കുറേ കളർഫുൾ പൊട്ടുണ്ട്. മറൂൺ പൊട്ടിടാം അല്ലേ? ഓക്കെ, സോ ശങ്കരു വെയിറ്റ്. ഓക്കെ, ശങ്കരു വെയിറ്റ്. ഓക്കെ, മറൂൺ. ശങ്കരു, മൈ ബാഗ്. സോ പൊട്ടും കൂടെ ഇട്ടപ്പോൾ കുറച്ചും കൂടി ഒരു ഓക്കെ. ഇനി മുടിയും കൂടെ അയച്ചിടണം. മുടി അയച്ചിട്ടാലും ഞാൻ ബാഗിൽ എൻ്റെ ക്ലിപ്പ് എന്തായാലും വയ്ക്കും.
ഈ ക്ലിപ്പ് എപ്പോഴും ബാഗിലുണ്ടാവും. അപ്പോൾ ഇതാണ് എൻ്റെ ലുക്ക്. മാല ഇട്ടില്ല, മാല പോയി എടുത്തിട്ട് വരാം. ബസ് അങ്ങനെ വെക്കാൻ വയ്യ, മാല എടുത്തിട്ട് വരാം. ബാ മാല എടുത്തിട്ട് വരാം. റെഡിയാവോ? സോ മാല എടുത്തു ഞാൻ. മാല നല്ലൊരു ഫങ്ഷൻ ആയതുകൊണ്ട് ഒന്നും കുറയ്ക്കണ്ട, താലിമാല തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞില്ല, ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് ആ ലുക്ക് തന്നെ മാറും. അതിപ്പോൾ ഒന്നും ഇട്ടില്ലെങ്കിലും ഒരു മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും ഇട്ടാൽ മതി. എൻ്റെ മാല ഇട്ടു, എൻ്റെ ഒരു ബ്രേസ്ലെറ്റും കൂടെ ഇടാൻ പോവാം. വാച്ചൊന്നും തപ്പാൻ എനിക്ക് സമയമില്ല, ഓൾറെഡി ലേറ്റായി. പിന്നെ ഇവനും കൂടെ എണീറ്റുകൊണ്ട് എനിക്ക് ശങ്കരു നമുക്ക് റെഡി ആവാം. ശങ്കരുവിൻ്റെ കോമ്പ് എവിടെ? കോമ്പ്. അപ്പോൾ ഇതേ ഉള്ളൂ കേട്ടോ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ. ലെസ് ദാൻ 5 മിനിറ്റ്സിലാണ് ഞാൻ എപ്പോഴും റെഡി ആവുക. ബിക്കോസ് എനിക്ക് അത്ര സമയം മാത്രമേ ഉള്ളൂ കയ്യിൽ. അപ്പം ഇനി ശങ്കരുവിനെ റെഡിയാക്കണം. പിന്നെ ഞാൻ കുറച്ച് രക്ഷാബന്ധൻ റാഖിയുടെ ഗ്ലിംസസ് കാണിച്ചു തരാം, അവിടെ എന്തൊക്കെയാണ് നടക്കാൻ പോകണമെന്ന്. ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ, പിന്നെ അവരും ഉണ്ടാവും. അപ്പോൾ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം കേട്ടോ. സോ അതിന് മുമ്പ് ശങ്കരുവിനെ റെഡിയാക്കട്ടെ. ഓക്കെ, 2 hours later. ഓക്കെ, അപ്പോൾ ശങ്കരുവിനെ റെഡിയാക്കാം അല്ലേ? റെഡിയാവാം. ശങ്കരുവിൻ്റെ ഫേസൊക്കെ വാഷ് ചെയ്തു. എൻ്റെ പൊട്ടെടുക്കാനാണ് അവൻ്റെ. ഇവന് കേളി ഹെയർ ആണ്, പക്ഷെ അത് തൊടാൻ സമ്മതിക്കാറേ ഇല്ല. ഓക്കെ, മുടി ചീക്കണ്ട്, കോമ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവരും പറയും എന്താ കോമ്പ് ചെയ്യാണ്ട് വന്നേ, അയ്യേ എന്നെല്ലാം പറയും. ഓക്കെ, അവൻ്റെ കേളി ഹെയറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മുടി. രാഹുലിനും സെയിം ഹെയർ ആയിരുന്നു ചെറുപ്പത്തിൽ, ഇപ്പം വേറെ പോലെയാണ്. ഓക്കെ, എനിവേ ഇത്ര മതി തോന്നുന്നു. ഓക്കെ, അപ്പം ഇനി ശങ്കരുവിന് മുണ്ട് ഉടുപ്പിക്കാം. മുണ്ടാൻ എറിഞ്ഞ് അവിടെ ഉണ്ടായിരുന്നു, സോറി. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എന്താ 5 മിനിറ്റിൻ്റെ കുറവ് എടുക്കുന്ന റെഡിയാവാൻ. ഇതാണ് കാരണം. ഓക്കെ, ശങ്കരുവിന് ഇവിടുന്ന് മുണ്ട് ഉടുപ്പിക്കണോ അതോ അവിടെ പോയിട്ട് ഉടുപ്പിക്കണോ? ഇവിടുന്ന് കൊടുത്താൽ ശരിയാവില്ല എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവിടുന്ന് കൊടുക്കാം അല്ലേ? അപ്പം ഞാൻ എന്തെങ്കിലും ഒരു ട്രൗസർ ഇട്ടിട്ട് അവിടുന്ന് മുണ്ട് ഉടുപ്പിക്കാം കേട്ടോ. അപ്പം ബാക്കി രക്ഷാബന്ധൻ്റെ വീഡിയോസ് നമുക്ക് അവിടുന്ന് കാണാം കേട്ടോ. ബൈ. Shangru, wait for me. Yeah. അതെ. ഫൈറ്റ് ചെയ്യുന്നല്ലേ? അങ്ങനെ നടന്ന് നമ്മൾ അങ്കിതയുടെ വീടെത്തി. അവർ റെഡി ആവുമായിരുന്നു. അപ്പോൾ ഞാനും ശങ്കടും കൂടെ കുറച്ച് സമയം കളിക്കുകയായിരുന്നു. പിന്നെ അവർ അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യായിരുന്നു. ഇതാണ് അങ്കിതയുടെ മദർ ഇൻ ലോ. ഷീസ് വെരി സ്വീറ്റ്. കുറേ പ്രാവശ്യം സിംഗപ്പൂർ മുമ്പ് വന്നിട്ടുണ്ട്. പിന്നെ ഇതേ രക്ഷാബന്ധൻ സെറിമണി തുടങ്ങി. അപ്പോൾ കുറച്ച് ഗ്ലിംസസ് നിങ്ങളും ആസ്വദിക്കൂ കേട്ടോ. ലുക്സ് അപ്പോൾ രക്ഷാബന്ധൻ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ബേസിക്കലി രക്ഷാബന്ധൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ട്രഡീഷണൽ ഹിന്ദു സെറിമണി സെലിബ്രേറ്റഡ് ആസ് എ പാർട്ട് ഓഫ് ഹിന്ദു കൾച്ചർ ഇൻ സൗത്ത് ഏഷ്യ. ഈ ഒരു ദിവസം സിസ്റ്റേഴ്സ് ഓഫ് ഓൾ ഏജസ് ടൈ എ സീക്രട്ട് ത്രെഡ് ഓർ രാഖി around the wrists of their brothers, and in return
ആ ബ്രദറിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ടു പ്രൊട്ടക്ട് ദം ഓൾ ദിയർ ലൈഫ്. ഞാൻ ഈ സെറമണീനെ പറ്റി മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ റാഖി ക്യാൻ ബി ടൈ ടു എനി വൺ ആസ് എ ഗെസ്റ്റർ ഓഫ് ലവ് ആൻഡ് കെയർ. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ടൈ ചെയ്ത് കൊടുക്കാം, ഏതെങ്കിലും ഒരു എൽഡർലി ആളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് ടൈ ചെയ്ത് തരാം, നിങ്ങൾക്ക് അവർക്ക് ടൈ ചെയ്ത് കൊടുക്കാം. ബേസിക്കലി ഇറ്റ്സ് എ നോട്ട് ഓഫ് പ്രൊട്ടക്ഷൻ എന്നാണ് അതിനെ പറയുക അല്ലേ, രക്ഷാബന്ധൻ. हाँ एक दूसरे के बांध दो फिर रामा और मेरे कम टू दादी मम्मा राखी बांध रही sit here to Rama now Rakhi we got Rakhi na आओ sit here എല്ലാ ഫെസ്റ്റിവൽസും പോലെ തന്നെ ഈ ഒരു ഫെസ്റ്റിവലിനും ഒരു ഹിസ്റ്റോറിക് ഒറിജിൻ ഉണ്ട്. അതിൻ്റെ കുറേ സ്റ്റോറീസ് ഉണ്ട്. അതിൽ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മഹാഭാരതത്തിലെ കൃഷ്ണ ആൻഡ് ദ്രൗപദി ദേ വർ വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പം ബാറ്റിൽ പോയപ്പോൾ വെൻ ലോർഡ് കൃഷ്ണ ഇഞ്ചേർഡ് ഹിസ് ഫിംഗർ, ദ്രൗപദി അവരുടെ സാരി ടയർ ചെയ്തിട്ട് ലോർഡ് കൃഷ്ണൻ്റെ വൂണ്ട് ഒന്ന് ബാൻഡേജ് ചെയ്ത് കൊടുത്തു. അപ്പം Krishna was very overwhelmed with her act of love and promises to repay her in some or the other way and also protect her at the time of need. അതേപോലെ തന്നെ when Lord Krishna left to fight the great war in Mahabharata, Draupadi tied a Rakhi on his wrist, promising that she will be there with him again at the time of need. Similarly, Kunti tied a Rakhi on her grandson Abhimanyu before he went to war. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഏതൊരു റിലേഷനിലും ഇത് ആപ്ലിക്കബിൾ ആണ്, നോട്ട് ജസ്റ്റ് ഫോർ എ ബ്രദർ ആൻഡ് സിസ്റ്റർ. ശങ്കടുവിന് ഫസ്റ്റ് ടൈമാണ് രക്ഷാബന്ധൻ റാഖി സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അവൻ കുറച്ച് ലൈക്ക് അവൻ വെയിറ്റ് ചെയ്യായിരുന്നു, അവന് എപ്പോഴാണ് റാഖി കെട്ടാൻ പോകണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. Our Tom and said you also Rakhi Vanti you can tie it in the back finish La 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 फूलों का तारों का सबका कहना है, एक हजारों में मेरी बहना है, सारी उम्र हमें संग रहना है। फूलों का तारों का सबका कहना है, एक हजारों में मेरी बहना है, सारी उम्र हमें संग रहना है। फूलों का तारों का सबका कहना है। ये ना जाना दुनिया ने तू है क्यों उदास, तेरी प्यासी आंखों में प्यार की है प्यास। ला 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 ला। ये ना जाना दुनिया ने तू है क्यों उदास, तेरी प्यासी आंखों में प्यार की है प्यास। आ मेरे पास आ कह जो कहना है, एक हजारों में मेरी बहना है। कुछ भी कह लो है, मतलब एकदम विजिबली मलयाली लगता ही है. ऑल इज कर्ली हेयर और गोल गोल चेहरा. So what's the menu today? so today menu Rakhi special is puri and potato vegetable Potato, vegetable, puri and halwa, right? halwa yes Moong dal halwa. moong dal halwa and also kheer sabudana kheer Sabudana kheer. Okay, yum. Okay, puri. One day you share the recipe for this and moong dal halwa also. okay moong dal halwa my mother-in-law makes, so I'll ask her to share the recipe. Auntie will make. Okay.
അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൂരി, പൊട്ടാറ്റോ കറി, മൂങ് ദാൽ ഹൽവ ഒക്കെ കഴിച്ച് എൻ്റെ മനസ്സും വയറൊക്കെ നിറഞ്ഞ് നമ്മളവിടെ നിന്ന് ഇറങ്ങി. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ്. അൻറ്റിൽ ഐ സീ യു നെക്സ്റ്റ് ടൈം. ബൈ ബൈ.